ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പൂക്കൾക്കൊക്കെ നല്ല നിറം കൊടുക്കുക, അതുപോലെ ഇലകൾക്ക് നല്ല പച്ചനിറം കൊടുക്കുന്ന ചെടികൾ നല്ല ബുഷായിട്ടൊക്കെ വളരാൻ സഹായിക്കുന്ന ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും അറിയാവുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ്. ഇതുവരെ നിങ്ങൾ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം നമ്മുടെ ചെടികൾ എല്ലാവരും കുറേ പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ഇലകളെല്ലാം മുരടിച്ചു പോവുക, അതുപോലെ തന്നെ ഇലകളെല്ലാം മഞ്ഞിച്ചു പോവുക എന്ന്. അന്നേരം അതിനൊക്കെ വേണ്ടിയുള്ളൊരു ശാശ്വത പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ആൻസറായിട്ട് കിട്ടാൻ പോകുന്നത്. ഒരു ഉപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ സബ്ജക്റ്റ്. അന്നേരം ഉപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്തുപ്പാണ്, അതാണ് എപ്സം സോൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഏത് അവസരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നുമാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ കുറേ പേര് എന്നോട് പറഞ്ഞു ഇലകൾ മുരടിച്ചു പോകുന്നു, ഇല മഞ്ഞിച്ചു പോകുന്നു. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് ഈ എപ്സം സോൾട്ട്, ഈ ഉപ്പ്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ്. ഇങ്ങനെ ഇലകൾ മഞ്ഞളിച്ചു പോകുന്ന റോസിന്, ഇൻഡോർ പ്ലാന്റ്സ്, നിങ്ങളുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ മഞ്ഞളിച്ചു പോകുന്നതിനെല്ലാം ഒരു എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ, ഇത് എല്ലാ കടകളിലും ഈ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ ഇത് ഓൺലൈനിലായിട്ടും ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണിത്. ഇതിന് വെറും 60 രൂപയുള്ള ഒരു 400 ഗ്രാം ഈ ഒരു പാക്കറ്റിന്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ക്രിസ്റ്റൽ രൂപത്തിലാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് ഇരിക്കുന്നത്. ഉപ്പ് പോലെയോ പഞ്ചസാര പോലെയൊക്കെ തോന്നും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ടൈറ്റായിട്ടുള്ളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കേണ്ടതാണ് പിന്നീട് വീണ്ടുമുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട്. യെല്ലോ ആയിട്ട് പോകുന്നത്, അതായത് മഞ്ഞ നിറമായി പോകുന്ന ചെടികൾക്ക് ഒക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ ആ ചെടിയുടെ ഇലകളൊക്കെ നല്ല പച്ച നിറത്തിലാവുകയും നല്ല ബുഷിയായിട്ട് വളർന്നു വരാനും ഒക്കെ ഇത് സഹായിക്കും. അത് മാത്രമല്ല, ചെടികൾക്ക് പൂ വരുന്ന ബഡ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂക്കൾക്ക് നല്ല വലിപ്പവും നല്ല കളറിലും ഒക്കെ വരാൻ ഇത് സഹായിക്കും. അന്നേരം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കും നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ്. അതായത് ഒരു ക്രിസ്റ്റൽ രൂപത്തിലിരിക്കും, ഉപ്പ് പോലെയൊക്കെ തോന്നും. ഇത് നമുക്ക് റോസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റോസിന് നല്ല ഒരുപാട് മെനി നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാകാനും, അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാകുന്നതിന് നല്ല വലിപ്പത്തിലും നല്ല ഡാർക്ക് കളറിലും കിട്ടും ഈ ഒരു മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അതുമാത്രമല്ല, അതിൻ്റെ റൂട്ടിൽ നിന്ന് ചെടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള NPK, നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഒക്കെ അബ്സോർബ് ചെയ്യാനും ഈ ഒരു മഗ്നീഷ്യം സൾഫേറ്റ് സഹായിക്കും. ഒരുപാട് പ്രയോജനമുള്ളൊരു കാര്യമാണ് മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് നിങ്ങളിപ്പോൾ റോസാ ചെടിക്കൊക്കെ ഇടുന്നതെങ്കിൽ വളരെ നല്ലതാണ്. ചെടികളുടെ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് ഞാൻ പറഞ്ഞ പോലെ റോസിൻ്റെ ചുവട്ടിൽ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് കാണിച്ചു തരാം. ചുറ്റും ആ ചെടിയുടെ ഇതിൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇലയ്ക്കൊരു മഞ്ഞ നിറം പോലെയുണ്ട്. അന്നേരം അതിൻ്റെ വേരോട് ചേർത്ത് ഇച്ചിരി ഒന്ന് മാറ്റി ഒരു ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കുക. ഇച്ചിരി മാറ്റി ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. വളരെ നല്ലതുപോലെ ഇതിൻ്റെ ചെടിക്കൊരു നല്ല ബുഷിയായിട്ട് വളർന്നു വരാനും അതിൻ്റെ യെല്ലോയിഷ് ഡിസ്കളറേഷനും ഒക്കെ മാറാനും ഒക്കെ ഇത് സഹായിക്കും. അത് മാത്രം, നിങ്ങൾ തക്കാളി ചെടിക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് തക്കാളി കായ്ക്കാനും, അതുമാത്രമല്ല നല്ല രുചിയുള്ള തക്കാളിയും ഒക്കെ ഉണ്ടാകാനും ഈ ഒരു മഗ്നീഷ്യം സൾഫേറ്റ് സഹായിക്കുക. തക്കാളിയുടെ കളർ നല്ല ചുവന്ന് വരാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. ഒരുപാട് പേര് ചെടികളിലെല്ലാം ചെടിച്ചട്ടിയിലാണ് നട്ടുവെച്ചേക്കുന്നത്. അന്നേരം ചെടിച്ചട്ടിയിൽ ഉള്ള ഈ റോസിന് മഞ്ഞ നിറം ഉള്ളതിനൊക്കെ നല്ല ഗ്രീനായിട്ട് വരാനും ഒക്കെ ഈ ഒരു മഗ്നീഷ്യം സൾഫേറ്റ് സഹായിക്കും. അതുപോലെ തന്നെ പൊമഗ്രാനൈറ്റ്, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്, മാവ്, പൊമഗ്രാനൈറ്റ്, ആത്ത, ഇതിനൊക്കെ ഇടാൻ വളരെ നല്ലതാണിത്.
ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ഫോളിയേജ് സ്പ്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ചെടികളുടെ ഇലകളിൽ നിന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് അബ്സോർബ്, അതായത് ചെടികളിലെ സ്മോൾ ഒരു സുഷിരങ്ങളുണ്ട് ചെടികളുടെ ഇലകളിലൊക്കെ. അന്നേരം ആ സുഷിരം സ്റ്റൊമാറ്റ എന്ന് പറയും, അതിൽ കൂടി ഇത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നതാണ്. അങ്ങനെ ചെടികൾക്ക് നല്ല രീതിയിൽ ഫോട്ടോസിന്തസിസ് നടത്താനും ചെടികൾക്ക് നല്ല ഒരു പച്ച നിറം കിട്ടാനുമൊക്കെ ഇത് സഹായിക്കും. അന്നേരം ഇത് എങ്ങനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ പറയാം. 1 ലിറ്റർ വെള്ളമാണ് ഇത് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതായത് 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്യുക. ഇത് വെള്ളത്തിൽ നല്ലതുപോലെ അലിഞ്ഞ് ചേരുന്ന ഒരു ക്രിസ്റ്റലാണിത്. അന്നേരം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇത് നമ്മൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തൊന്ന് ലയിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്ക ചെടികളിലും ഇത് സ്പ്രേ ചെയ്യാവുന്നതാണ്. റോസ്, അതുപോലെ തന്നെ കറിവേപ്പ്, മഞ്ഞളിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ചെടികൾക്കൊക്കെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വളരെ നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞിച്ച് പോകുന്ന ഇലകൾക്ക് നല്ലൊരു റെമഡിയാണ്. അതുമാത്രമല്ല നല്ലപോലെ പൂക്കളുണ്ടാകാനും കായ്കളും ഉണ്ടാകാനും നല്ലതാണ്. കായ്കൾ ഉണ്ടാകുന്നത് എസ്പെഷ്യലി ഓറഞ്ച്, മാവിനൊക്കെ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ട്സ് നല്ല മധുരമുള്ളത് സ്വീറ്ററായി കിട്ടാനും ഇത് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് പൂക്കൾ വരുന്ന സമയത്ത്, ബഡ് വന്നു തുടങ്ങുന്ന ആ സമയത്ത് വേണമെങ്കിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. അന്നേരം ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും പൂക്കൾക്കൊക്കെ നല്ല കളറ് വരാനും വലിപ്പമുള്ള പൂവ് ഉണ്ടാകാനും ഇത് സഹായിക്കുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണിത്. ഇത് ഞാൻ നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം കാണിച്ചു തരാം. ഞാൻ ചെടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ലീഫിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ഇലകൾക്കും നല്ലതാണ്. കറിവേപ്പൊക്കെ മുരടിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇലകളൊക്കെ മഞ്ഞ നിറമായി ഒരു ആരോഗ്യമില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചെടിയുടെ ചുവട്ടിൽ ഇടുന്നത് നല്ലതാണ്. ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലതുപോലെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ വലിച്ചെടുക്കാനും അതിൻ്റെ വേരുകൾക്കൊരു ആരോഗ്യത്തിനും ഇലകൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു മഗ്നീഷ്യം സൾഫേറ്റ്. അലോവേര, കറിവേപ്പ്, ഇതിനൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളതാണ്. അതിൻ്റെ ആ ഒരു നല്ല ഗ്രീനിഷും നല്ല ലഷായിട്ട് വരാൻ ഇത് സഹായിക്കും. നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. തക്കാളി അതുപോലുള്ള ചെടികൾക്കൊക്കെ നല്ലതാണ്. തക്കാളി, പച്ചമുളക്, നിങ്ങൾക്ക് എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണിത്. യാതൊരു കെമിക്കൽ റിയാക്ഷൻസോ സൈഡ് എഫക്ട്സോ ഒന്നുമില്ല. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതൊരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. ഒട്ടും കെമിക്കൽസോ അങ്ങനെയുള്ളതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. റോസിൻ്റെയൊക്കെ കളർ കണ്ടു. ഇതിനൊക്കെ ഇങ്ങനെ ഈ ബഡ് വരുന്ന സമയത്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റെഡ് കളർ അല്ലെങ്കിൽ ഏത് കളറാണോ അതിൻ്റെ ഒരു നല്ല കളർ വരികയും നല്ല പൂക്കളുണ്ടാകാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.